വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മേക്കപ്പ് ബ്രഷും അതുപോലെ തന്നെ സ്പഞ്ചും എങ്ങനെ ഞാൻ വാഷ് ചെയ്യുന്നതെന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പ് നമ്മുടെ മേക്കപ്പിൻ്റെ ബ്രഷൊക്കെ ഒന്ന് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ കുറേ ദിവസമായി അത് വാഷ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ നടന്നിട്ടില്ല. കൂടുതൽ കൈ വെച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. ഫൗണ്ടേഷൻ ആയാലും അതുപോലെ തന്നെ ഐ ഷാഡോ കൺസിലറൊക്കെ എനിക്ക് ഒന്നുകൂടി കംഫർട്ടബിൾ ആയിട്ട് ഞാൻ ചെയ്യുന്നത് എൻ്റെ കൈ വെച്ചിട്ടാണ്. പക്ഷേ ഇടയ്ക്ക് ഞാൻ ബ്രഷും സ്പഞ്ചൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബ്രഷും സ്പഞ്ചൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, അത് വാഷ് ചെയ്യാന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചില ആളുകൾ അത് വാഷ് ചെയ്യാണ്ട് ഇങ്ങനെ കുറേ കാലമൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് പിമ്പിൾസൊക്കെ കൂടുതൽ വരും കേട്ടോ. അതത്ര നല്ലതല്ല. കാരണം അതിന് മേലെ നമ്മളിട്ട ഫൗണ്ടേഷനും പൗഡറൊക്കെ അതേപോലെ തന്നെ ഇരിക്കാമല്ലോ. അപ്പോൾ അതന്നെ നമ്മുടെ ഫേസിന് വീണ്ടും വീണ്ടും നമ്മൾ ചെയ്യുമ്പോൾ അതത്ര നല്ല കാര്യമല്ല. അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 2 വീക്സ് കൂടുമ്പോഴെങ്കിലും നമ്മളത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പം ഞാൻ എന്താ പറയുക, വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാനെങ്ങനെ വാഷ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഒരു ചെറിയൊരു വീഡിയോ ആണ്. പല ആളുകളും പല രീതിയിലാണ് ഇത് വാഷ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് ഞാനിവിടെ കാണിച്ചു തരാം. ഞാനിവിടെ ഒരുപാട് ബ്രഷൊന്നും എടുത്തിട്ടില്ല. എനിക്കിപ്പോൾ ആവശ്യമുള്ള ഒരു 3 സാധനങ്ങൾ എടുത്തിട്ട് ഞാൻ എന്താ പറയുക വാഷ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. എൻ്റെ കൈ ഇങ്ങനെ കടയുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ബ്രഷും സ്പഞ്ചും. അപ്പോൾ ഈ ബ്രഷ് ഞാൻ എന്താ പറയുക, കോമ്പാക്ട് പൗഡറൊക്കെ ഇടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കൂടുതലും. പിന്നെ സ്പഞ്ച് നമ്മൾ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും. ഇതിലിപ്പോൾ ഒരെണ്ണം ഞാൻ യൂസ് ചെയ്ത് കേട് വന്നിട്ടുണ്ട്, ഏകദേശം തീരുമാനമായിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം ഞാനിപ്പോൾ അടുത്താണ് വാങ്ങിയത്. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് തന്നെ എന്താ പറയുക, ആകെ കോലം കെട്ടിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്തിട്ട്. അതുമല്ല കണ്ടാലറിയാമല്ലോ നിങ്ങൾക്ക്, ഫൗണ്ടേഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെയുള്ള എന്താ പറയുക സ്പഞ്ചും ബ്രഷൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ സെപ്പറേറ്റ് തന്നെ മാറ്റി വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഞാനിതാ ബൗളിൽ നമ്മുടെ നോർമൽ വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് കുറച്ച് ഷാമ്പു എന്താ പറയുക മിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷാമ്പു യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇന്ന ഷാമ്പു വേണമെന്നൊന്നുമില്ല. നമ്മുടെ എന്താ പറയുക ആയുർവേദിക് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും എടുക്കാതിരിക്കുക, അങ്ങനത്തെ ഷാമ്പു ഒന്നും എടുക്കാതിരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ എന്താ ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ഒരു ഷാമ്പു ഉണ്ടല്ലോ, ആ ഒരു ഷാമ്പു ആണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഫേസ് വാഷ് വെച്ചിട്ടും ഹാൻഡ് വാഷ് വെച്ചിട്ടൊക്കെ ഇത് വാഷ് ചെയ്യാവുന്നതാണ്. ഷാമ്പു വേണം എന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഹാൻഡ് വാഷ് അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഫേസ് വാഷ്, നമ്മുടെ നോർമൽ ഫേസ് വാഷൊക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ടും യൂസ് ചെയ്യുക. ഞാനത് നോർമൽ വാട്ടറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഞാൻ ചൂടുവെള്ളം ഒന്നല്ല യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി കൊടുക്കുക. നമ്മൾ നഖം വെച്ചിട്ട് കൂടുതൽ ചെയ്യേണ്ട. അങ്ങനെ ഞാൻ ചെയ്തിട്ട് എൻ്റെ ഒരു സ്പഞ്ച് നന്നായിട്ട് തന്നെ കേട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഒരു പഴയ ഒരു ഇതാണ് കേട്ടോ, സ്പഞ്ചാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കേട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെയുള്ള ഫൗണ്ടേഷനൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് കളയുന്നുണ്ട് കേട്ടോ, ഒരുതിയിട്ട് കളഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്രഷൊക്കെ ഞാൻ ഇതുപോലെ പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടല്ലോ അതേപോലെ ചെയ്തു കൊടുത്താൽ മതി. നിങ്ങൾ നന്നായിട്ട് അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് പിടിച്ച് കഴുകി കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതാ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വാട്ടർ ഒഴിച്ച് കളയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അതിലുള്ള എത്രമാത്രം ഫൗണ്ടേഷനും ഇതൊക്കെ പോയി എന്നുള്ളത്. ഇനി ഞാൻ വീണ്ടും കുറച്ച് വെള്ളം പാത്രത്തിലെടുത്തിട്ട് ഓരോ സ്പഞ്ചും ബ്രഷും ആയിട്ട് ഇങ്ങനെ കഴുകി എടുക്കുന്നുണ്ട്. 2-3-4 പ്രാവശ്യം നമ്മളിങ്ങനെ വെള്ളം മാറ്റിയിട്ട് കഴുകി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഈ എന്താ പറയുക സോപ്പിൻ്റെ ഒരു പദം ഉണ്ടല്ലോ അത് പോകുന്ന വരെ നമ്മൾ വാഷ് ചെയ്യുക.
വെള്ളം നന്നായിട്ട് തന്നെ തെളിഞ്ഞു വരണം. അതുവരെ വാഷ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ സ്പഞ്ച് വാഷ് ചെയ്ത പോലെ തന്നെ വേറൊരു വെള്ളത്തിൽ ബ്രഷും ഇതുപോലെ സെപ്പറേറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതുപോലെ കുത്തിയിട്ട് വാഷ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സോപ്പിൻ്റെ ഒക്കെ പോയിരിക്കുന്നുണ്ടെങ്കിലൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ആയിക്കോളും. അപ്പോൾ ഇതാ ഞാനിവിടെ സ്പഞ്ച് നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇത് വാഷ് ചെയ്യുന്നതിന് മുമ്പുള്ള ഇതിൻ്റെ കോലം എന്താണെന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുക കേട്ടോ. അതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന് വളരെ കേടാണ് കേട്ടോ. പിമ്പിൾസൊക്കെ വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ വാഷ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഞാനെങ്ങനെ വാഷ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.